സ്കൂളുകളിൽ മലയാളം നിർബന്ധമാക്കുന്ന നിയമത്തിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി എം.ബി. രാജേഷ് ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവന സിദ്ധരാമയ്യ പിൻവലിക്കണമെന്ന് രാജേഷ് പറഞ്ഞു. കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിനെ സംബന്ധിച്ച് കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ സിദ്ധരാമയ്യയുടെ ട്വീറ്റ് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്, അത് അടിസ്ഥാനരഹിതമാണ്, നിരുത്തരവാദപരമാണ്. അദ്ദേഹം അനാവശ്യമായിട്ടുള്ള വിവാദമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു ആരോപണമാണ്. സിദ്ധരാമയ്യയെപ്പോലൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഇത്തരം അപകടകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് മുമ്പ് വസ്തുതകൾ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കേണ്ടതായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിച്ചാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാകുമായിരുന്നല്ലോ. അദ്ദേഹം ഏത് ബില്ലിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് അദ്ദേഹം പരിശോധിക്കണം. കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയതാണ് ബില്ല്. കർണാടക മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് അപകടകരമാണ്. മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭാഷാ ന്യൂനപക്ഷ ബില്ലിൽ അങ്ങനെയില്ല. ഭരണഘടനയ്ക്ക് പൂർണ്ണമായും വിധേയമാണ് ബില്ലെന്ന് മന്ത്രി പറഞ്ഞു. സംഘപരിവാറിനെ പോലെ വിദ്വേഷത്തിന് കോൺഗ്രസ് ശ്രമിക്കുകയാണ്. എ.കെ. ബാലന്റെ പ്രസ്താവനയെക്കുറിച്ച് കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. UDF ഭരിക്കുമ്പോൾ കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. LDF ഭരണത്തിൽ ഒരു വർഗീയ ശക്തിയും തലപൊക്കിയില്ല. RSSനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും വിമർശിച്ചാൽ ഹിന്ദുക്കൾക്കെതിരാണെന്നവർ പറയാറുണ്ട്. അതുപോലെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറയുന്നത്. ശബരിമല അന്വേഷണത്തെ സംബന്ധിച്ച് സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് എന്തിന് ബേജാറാകുന്നു? പാരടി പാടിയതിന്റെ ആവേശം കോൺഗ്രസിനിപ്പോൾ കാണുന്നില്ലെന്നും മന്ത്രി പരിഹസിച്ചു. ശബരിമല അന്വേഷണത്തെ സംബന്ധിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് നടക്കുന്നത്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ശരിയായ ദിശയിലാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി പറഞ്ഞത്. ആ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ കോടതി രേഖാമൂലം നിരീക്ഷണങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ സംസാരിച്ചിരുന്നു ഇക്കാര്യത്തെ പറ്റി. അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്തിനാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരിങ്ങനെ ബേജാറാവുന്നത്? ഇപ്പം പാരഡി പാടിയ ഉത്സാഹം കാണുന്നില്ലല്ലോ, പരിഭ്രാന്തിയാണല്ലോ കാണുന്നത്. ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു SITക്കെതിരായി പ്രതിപക്ഷ നേതാവ് ചാടി വീണ് ആരോപണമുന്നയിച്ചത്? ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് മുകളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നിരീക്ഷണത്തിലാണ് നടത്തേണ്ടത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറയുന്ന നിലയിലാണോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്, അതോ ഹൈക്കോടതി പറയുന്ന പോലെയാണോ? ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടാൽ തോന്നുക ഹൈക്കോടതി അങ്ങോട്ട് മാറി നിൽക്കൂ, ഞങ്ങൾ പറയുന്നത് പോലെ അന്വേഷണം പോകട്ടെ എന്നതാണ്. കുറച്ച് പരിഭ്രാന്തിയുണ്ട്, അത് വ്യക്തമാണ്. പരിഭ്രാന്തിയുണ്ട്. നോക്കാം, നമുക്ക് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സിന് പരിഭ്രമമുണ്ടെങ്കിൽ ആ പാരഡി പാട്ട് കൂട്ടത്തോടെ പാടിക്കൊണ്ടിരിക്കുക. UTV ന്യൂസ്, പാലക്കാട്.